നമ്മുടെ സ്വന്തം നാരങ്ങ മിഠായിയെക്കുറിച്ച് പറയുകയല്ല, ഒന്ന് ചിന്തിച്ചാൽ വെറുതെ ഇങ്ങനെ കണ്ണടച്ച് ആലോചിച്ചാൽ തന്നെ നമുക്ക് നാട്ടിലെ ഓർമ്മയൊക്കെ വരും അല്ലേ. അപ്പോൾ ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ചോക്ലേറ്റ് ഞാൻ കഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാലും ശരി, ഈ നാരങ്ങ മിഠായി കഴിക്കുമ്പോൾ വരുന്ന ഓർമ്മകളും നമ്മുടെ ഇഷ്ടവും കുറച്ച് പ്രണയവും സ്നേഹവും ഒക്കെ കുറച്ച് കൂടുതലാണ് നാരങ്ങ മിഠായിക്ക്. ഇതിപ്പോൾ നാരങ്ങ മിഠായിക്ക് ആ ഒരു ഷേപ്പ് വന്നിട്ടില്ല, കാര്യം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന മോൾഡ് വെച്ചിട്ട് ഞാൻ നാരങ്ങ മിഠായി ഉണ്ടാക്കിയതാണ്. പക്ഷേ സെയിം ടേസ്റ്റ് തന്നെയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേറൊരു മോൾഡ് വെച്ചിട്ട് ട്രൈ ചെയ്ത് കാണിച്ചത്. നമ്മുടെ സാധാരണ കിട്ടുന്ന നാരങ്ങ മിഠായിയുടെ ആ ഒരു മോൾഡ് കിട്ടുകയാണെങ്കിൽ അതിൽ ചെയ്താൽ മാത്രം മതി. ഷേപ്പിലല്ല കാര്യം, ടേസ്റ്റിലാണ് കാര്യം. അപ്പോൾ നാരങ്ങ മിഠായി വീട്ടിൽ തയ്യാറാക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കൊരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് 1 ഗ്ലാസ് പഞ്ചസാര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മെൽറ്റാവാൻ വേണ്ടിയിട്ട് 1/4 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കുക. ഇത് മെൽറ്റായിട്ട് ഒന്ന് കുറുകണം. അപ്പോൾ പഞ്ചസാര എല്ലാം അലിഞ്ഞ് കഴിയുമ്പോൾ 1 ഗ്ലാസ് പഞ്ചസാര ഉള്ളെങ്കിൽ ഒരു പകുതി നാരങ്ങ മതിയാവും. നല്ല പുളിയുള്ള നാരങ്ങയാണെങ്കിൽ മാത്രമേ പകുതി മതിയാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ഫുൾ നാരങ്ങ ചേർക്കേണ്ടി വരും. ഇനി 2 കപ്പ് പഞ്ചസാര ആണെങ്കിൽ നാരങ്ങയുടെ എണ്ണം കൂട്ടുക. ഇതിൽ നാരങ്ങ മിഠായി ആയതുകൊണ്ട് നാരങ്ങയുടെ ടേസ്റ്റ് നന്നായിട്ട് വരണം. ഒപ്പം തന്നെ മധുരവും കൂടെ ചേരുമ്പോണ്ടല്ലോ വേറെ ലെവലാണ്. അറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ നാരങ്ങ മിഠായിയെക്കുറിച്ച്. അപ്പോൾ ഇനി ഇതിൽ വീണ്ടുള്ള കുരുവൊക്കെ നമുക്കെടുത്ത് കളയാം. കുരുവിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ എന്തിനാ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് കുരു. അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്കിനി അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഇതിനെ നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. കാരണം ഇത് കാരമലൈസും ചെയ്യാനല്ല, ഇതിനെ നന്നായിട്ട് ഇതുപോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുന്നതിനായിട്ട് ഇങ്ങനെ പതഞ്ഞ് ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയോ, ഇത് ഇത്രയും ആയി കഴിയുമ്പോൾ ഈ പതം ഇങ്ങനെ നമുക്ക് അതിൽ നാരങ്ങ നീരും കൂടെ ചേർക്കുമ്പോൾ ഇതിങ്ങനെ പതഞ്ഞ് വരും കേട്ടോ. അതിന് നമുക്കിങ്ങനെ പതയൊക്കെ മാറി ഈ ഏകദേശം ഒരു നൂൽ പാവല്ല, അതിൻ്റെ ആ പാകത്തിന് തൊട്ട് മുമ്പുള്ള പാകമില്ലേ, ആ ഒരു പാകമാകുമ്പോൾ നമുക്കിതിന് 2 ബൗളിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് എന്തിനാണ് 2 ബൗളിൽ ഒഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നിറത്തിലുള്ള നാരങ്ങ മിഠായി ഉണ്ടാക്കുന്നത്. ഫുഡ് കളർ ഇതിൽ ചേർക്കുന്നുണ്ട്. ഫുഡ് കളർ വേണ്ടാത്തവർക്ക് അതങ്ങ് ഒഴിവാക്കാം. എന്നാലും നമ്മുടെ നാരങ്ങ മിഠായിക്ക് ഒരു കളർ ഉണ്ടല്ലോ, അതുകൊണ്ട് ഫുഡ് കളർ ചേർത്തേ പറ്റുള്ളൂ. എന്നിട്ട് ഒന്നിലോട്ട് നമുക്ക് ഓറഞ്ച് നിറവും ഒന്നിലോട്ട് നമുക്ക് യെല്ലോ കളറും ചേർത്ത് കൊടുക്കാം, മഞ്ഞ നിറവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ രണ്ടും നമുക്ക് ഇഷ്ടമാണ്. ഈ 2 കളറിലാണ് നമ്മൾ സാധാരണ എപ്പോഴും നാരങ്ങ മിഠായി കഴിക്കാറുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ചോക്ലേറ്റ് മൗൾഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന മൗൾഡാകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഇതിൽ പെട്ടെന്ന് ഇത് ഇളകി വരും സെറ്റായി കഴിഞ്ഞാൽ. അപ്പം നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ ഈ ഒരു സാധനം എല്ലായിടത്തും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഈ ഒരു സംഭവം കിട്ടും. പല ഷേപ്പിൽ കിട്ടും. നാരങ്ങ മിഠായിയുടെ ഷേപ്പിൽ കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിച്ചോളൂ, അതിലുണ്ടാക്കിക്കോളൂ. അപ്പോൾ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് വേറൊരു സാധനം കൂടെ ഉണ്ട്. എന്താണെന്നറിയോ, ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന മോൾഡിന് പുറമേ തന്നെ നമ്മുടെ വീട്ടിൽ വേറൊരു സംഭവം ഇല്ലേ, നമ്മുടെ ഐസ് ഉണ്ടാക്കുന്ന ട്രേ. അതായത് ഷേപ്പ് കുറച്ച് വലുതായിരിക്കും, ചിലപ്പോൾ ചെറുതായിരിക്കും, പല ഷേപ്പിലായിരിക്കും ഐസ് ട്രേ കിട്ടുന്നത്. പക്ഷേ ഈ നാരങ്ങ മിഠായിയുടെ ഈ ഒരു കൂട്ട് നമുക്ക് ഇനി ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇത് മാത്രമല്ല, ഞാൻ ഐസ് ട്രേയിലും കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഏകദേശം ഒരു അരക്കപ്പ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ ഐസ് ട്രേയിലും കൂടെ ഒഴിച്ചു കൊടുത്തപ്പോൾ എന്താണെന്ന് വെച്ചാൽ 2 ഷേപ്പിലുള്ള നാരങ്ങ മിഠായി കിട്ടി കേട്ടോ. പക്ഷേ എങ്കിലും എനിക്ക് ഈ ഒരു സ്റ്റാർ അങ്ങനെയൊക്കെയുള്ളത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നാരങ്ങ മിഠായിയുടെ ഷേപ്പ് കിട്ടുന്നവർ ആ ഷേപ്പിൽ ഉണ്ടാക്കി നോക്കുക. അത് കഴിഞ്ഞ് ഞാനിതൊരു അരമണിക്കൂർ വെറുതെ വെച്ചോട്ടെ. ഇതെന്തിനാ ഇതിൻ്റെ ഉള്ളിൽ വെച്ചതെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് സെറ്റായി നിങ്ങളെ കാണിക്കണ്ടേ, അതിനുവേണ്ടി മാത്രം കൊണ്ട് ഫ്രിഡ്ജ് വെച്ചാൽ. ഇല്ലാന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. ഇത് നന്നായിട്ട് സെറ്റാക്കി കിട്ടും. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതാ ഇങ്ങനെ ഇളക്കുമ്പോൾ നോക്കി നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്റ്റാർ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്തതൊരു കുഞ്ഞ് ട്രീ ഷേപ്പാണെന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ ഒരു ഷേപ്പ്, ആ ഒരു ഷേപ്പിലും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള രീതിയിൽ, ഈ രീതിയൊക്കെ എന്ത് തന്നെ ആയിക്കോട്ടെ, വായിലിട്ട് കഴിഞ്ഞുണ്ടല്ലോ കറക്റ്റ് നാരങ്ങ മിഠായിയുടെ ടേസ്റ്റാണ്. പഞ്ചസാര പാകമായി കിട്ടുന്നതിലാണ് ഇതിലെല്ലാ കാര്യവും ഇരിക്കുന്നത്. പഞ്ചസാര പാകത്തിനാക്കി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 1 നൂൽ പാകത്തിന് തൊട്ട് മുമ്പുള്ള ഒരു പാകമാകുമ്പോഴേക്കും നമ്മൾ ഇതൊന്ന് മാറ്റണം. മാറ്റിയതിന് ശേഷം കളർ ചേർക്കുക, അതിനുശേഷം സെറ്റാൻ വയ്ക്കുക. ഇതിപ്പോൾ സെറ്റായി ഉടനെ എടുത്ത് ഞാൻ വെച്ചതാണ്. ഇതിനെ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണെങ്കിൽ ഒരു 2 മണിക്കൂർ വെച്ചതിന് ശേഷം ഇതിനെ ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഉണ്ടാവും, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഇതിൽ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര പൗഡറൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കുറച്ച് ഡെക്കറേറ്റ് ചെയ്തൊക്കെ എടുക്കാം. നാരങ്ങ മിഠായി വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, വലിയ പാടൊന്നുമില്ല, ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇനി നാട്ടിലെ ഓർമ്മ വരുമ്പോൾ നാട്ടിലല്ലാത്തവർക്ക് കഴിക്കാനായിട്ട് ഇനി നാരങ്ങ മിഠായി വാങ്ങിക്കാൻ കടയിൽ പോകണ്ടല്ലോ. അപ്പോൾ സെറ്റല്ലേ.